അവൻ എന്റെ മുമ്പിൽ വരും. അവൻ കള്ളത്തായോടെയാണ്. വലിയൊരു ഒരു ഒരു 19-56 വയസ്സുള്ള ഒരുത്തരാണ്. ഒരു കള്ളത്തായോടെ അങ്കിളാണ്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം, എന്നാലേ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. കാരണം അവര് ടാക്സ് പേയ്മെന്റ് ഒന്നും ചെയ്യാതെ, കാരണം ടാക്സ് ഇല്ലാതെ ആണ് സ്റ്റുഡൻസ് ഇവിടെ ജോലി ചെയ്യുന്നത്. അത് ലീഗലി ആയിട്ടുള്ള കാര്യങ്ങളല്ല. അതുകൂടാതെ ഇത്രയും പൈസ ഒക്കെ കൊടുത്തിട്ട് ഇതിൽ കൊണ്ടുവന്നിട്ട് ഈ ഏജന്റുമാർ ആട്ടും തുപ്പും കേൾക്കണം എന്നൊക്കെ പറയുമ്പോൾ എത്രത്തോളം ആട്ടും തുപ്പും മാത്രമോ, ചതി. എന്തോരം പൈസ മുക്കുന്നുണ്ട്. ഒരു വിസയിലേക്ക് എന്തോരം പൈസ അടിച്ചു മാറ്റുന്നത്. എന്നിട്ട് പ്രോപ്പറായിട്ടുള്ള ജോലിയാണ് കൊടുക്കുന്നത്. തട്ടിപ്പ് വിസ കൊടുത്ത് ആൾക്കാരെ പറ്റിക്കുക. ഇവനടക്കമുള്ള എല്ലാ ഏജന്റുമാരുടെയും പരിപാടിയാണ്. എന്നിട്ട് അവനിപ്പോൾ വന്നിട്ട് ന്യായീകരിക്കുകയാണ്, ഞാൻ അങ്ങനത്തെ ഒരാളല്ലെന്നൊക്കെ വന്നാൽ പറയുന്നത് കേട്ടോ. ഇപ്പോൾ പണ്ടൊക്കെയാണ് എൻ്റെ നേരത്തെ 2-3 വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയാൽ മതി. ആദ്യമേ എൻ്റെ ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ വെച്ച് ഭയങ്കര വർത്തമാനവും കാര്യങ്ങളും ഞാൻ കാര്യങ്ങൾ അങ്ങോട്ട് വ്യക്തമാക്കി പറഞ്ഞു തുടങ്ങി. ആൾക്കാരൊക്കെ മനസ്സിലാക്കി തന്നെ റൂട്ട് അങ്ങോട്ട് മാറ്റി. എന്നിട്ട് ഇപ്പോൾ പകുതിക്ക് വെച്ചിട്ടാണ് സംഭവം കാര്യങ്ങളൊക്കെ സംസാരിച്ചു എടുത്തു നോക്കിയിട്ടൊക്കെ തുടങ്ങിയെടുക്കുകയൊക്കെ ചെയ്യുന്നത്. നമുക്ക് കേൾക്കാം മുന്നോട്ട്. വളരെയധികം വിഷമം തോന്നിക്കുന്ന ആ ഒരു പയ്യന്റെ വാക്ക് കേട്ടപ്പോൾ വളരെയധികം എനിക്ക് ടെൻഷനായി. അപ്പൊ ഞാന് എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുക. ആകെ പെട്ടൊരു അവസ്ഥയിലായി പോയി. കാരണം ഇവൻ കൊണ്ടുവന്ന ആളാണ്, വേറെ ഏജന്റ് വഴി കൊണ്ടുവന്ന ആളാണ്. നമുക്ക് അതിൽ കയറി ഇടപെടാനും പറ്റില്ല. അപ്പൊ വേറെ ഏജന്റുമാരുടെ കളിയിൽ ഇവന്മാർക്ക് കയറി ഇടപെടാൻ പറ്റില്ല. ഇവർക്കൊരു കരാറുണ്ടായിരിക്കുമല്ലോ, മനസ്സിലായോ? എടാ, ഒരു മനുഷ്യൻ പെട്ട് കഴിഞ്ഞതിനകത്ത് ഏജന്റുമാർ വന്ന് മലയാളിയാണ്, ഒരു മനുഷ്യൻ പെട്ട് നിൽക്കുമ്പോഴത്തേക്കിനും അവനെ സഹായിക്കാൻ പറ്റത്തില്ല. ഇവനെ കാശ് മേടിച്ചിട്ടല്ലേ സഹായിക്കത്തുള്ളൂ. ശരിയാ, കാശില്ലാതെ അവനെ സഹായിക്കത്തില്ലല്ലോ. അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. എന്തിനാണ് ഇവന്റെയൊക്കെ വാക്കെടുത്ത് ആട്ടുന്നുപ്പും കേട്ടിട്ട് ഇത്രയൊക്കെ പൈസയും കൊടുത്തിട്ട് ആട്ടുന്നുപ്പും കേൾക്കേണ്ട ആവശ്യം? എന്തിനാണ് മക്കളെ നിങ്ങൾ ഇത്രയും പൈസയൊക്കെ കൊടുത്ത് ഇവിടെ വന്ന് പറ്റിക്കപ്പെടേണ്ട? എന്തിന്റെ ആവശ്യമാണ് നിങ്ങൾക്ക്? ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു വിസയില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ ഇവനൊക്കെ പറ്റിച്ച് വിസ തട്ടിപ്പും ചെയ്ത് ഇവിടെ ജീവിക്കുകയാണ്, ഒരു പണിക്കും പോവാതെ. നിങ്ങൾക്ക് എന്തിന്റെ ആവശ്യം? അവൻ തന്നെ പറയുന്നില്ലേ, നിങ്ങൾക്ക് എന്തിന്റെ ആവശ്യമാണ് ഇതൊക്കെ? നമുക്കറിയാം, ഇവൻ ആ ഒരു പയ്യൻ പറയുന്നുണ്ട്, ഒരാള് നമ്മളെ മേത്ത് ഉപദ്രവിക്കുന്നതിനേക്കാളും വളരെയധികം വേദനയാണ് നമ്മളോട് ഇങ്ങനെ വളരെ ശൗര്യമായിട്ട് സംസാരിക്കും. അത് മാത്രമോ? അത്രയും കാശ് പറ്റിച്ചിട്ട് പോകുന്നൊരു വേദനയില്ല. എന്തെല്ലാം പ്രതീക്ഷയോടായിരിക്കും അവരിങ്ങോട്ടേക്ക് വന്നത്. ഇവന്റെ ഈ വേദന കാണാൻ ഇത് തട്ടിപ്പിനുള്ള പരിപാടിയാണ്. മനസ്സിലായി? പുതിയ വഴി, തട്ടിപ്പിലേക്കുള്ള പുതിയ വഴി. അതാണ് ഇജാസ് റൂട്ട് ഒന്ന് മാറ്റി പിടിച്ചേക്കുവാണ് ഇപ്പം. അതിന്റെ വഴിയും കാര്യങ്ങളും ഒക്കെ കാണുന്നത്. എന്തായാലും മുന്നോട്ട് പോവാം. തെറ്റിദ്ധരിപ്പിക്കുന്ന പല ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ത്യക്കാർ ഇവിടെ കാട്ടിക്കൂട്ടുന്ന മെയിൻ ആയിട്ടുള്ള കോപ്രായങ്ങൾ കൊണ്ട് തന്നെയാണ് ഇപ്പൊ കേട്ടോ. അതായത് ഇന്ത്യക്കാർ മെയിനായിട്ട് ഇവിടെ തട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ കൊണ്ടുള്ള പ്രശ്നം കൊണ്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. റഷ്യൻസിൻ്റെ ഇടയിൽ വിലയില്ല മറ്റേന്നൊക്കെ പറയാം. ഈ പ്രശ്നം ഉണ്ടാക്കിയത് ആരാണ്? ഇങ്ങനത്തെ പ്രശ്നങ്ങൾക്ക് കാരണമാക്കിയത് ആരാണ്? ഇവന്മാരാണ്. ഇങ്ങനത്തെ ഈ വിസ തട്ടിപ്പ് നടത്തുന്ന വിസ ഏജന്റുമാരാണ് ഇങ്ങനത്തെ ഈ പ്രശ്നം. കാരണം നാട്ടിൽ നിന്ന് ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹത്തോടും കൂടിയിട്ട് നമ്മുടെ നാട്ടിൽ ചെറുപ്പക്കാർ കടന്ന് ഇങ്ങോട്ടേക്ക് വരും. ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കിനും അവരറിയുന്നത് ഒരു പ്രോപ്പർ ജോലിയല്ല, പെർമനൻ്റ് ആയിട്ടുള്ള ജോലിയല്ല, ഇവരിങ്ങനെ പറ്റിക്കപ്പെട്ടു എന്നുള്ള കാര്യം വരുന്നത്. അവരുടെ മാനസികത തെറ്റും. അവരിങ്ങനെയൊക്കെ പ്രതികരിച്ചു പോകും. എന്നിട്ട് അവരുടെ കാശും മേടിച്ച് അവരെ പറ്റിച്ച് തിന്നിട്ട് ഒരു പണിക്കും പോകാതിരുന്നിട്ട് അവരെക്കുറിച്ച് വന്നിട്ട് കുറ്റം പറഞ്ഞതിന് എന്തെങ്കിലും ഒരു ഉളുപ്പുണ്ടോ എന്ന് വെക്കേ ഈ നാരക്കൊക്കെ. കഴിഞ്ഞ റീസെന്റ് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഒരു കൃഷിക്കാരന്റെ അടുത്ത് നിന്ന് 20 ലക്ഷം രൂപ പറ്റിച്ചിട്ട് മുങ്ങിയ മലയാളി, അതുപോലെ തന്നെ ഡ്രഗ്സ് യൂസ് ചെയ്തിട്ട് ഇവൻ പിന്നെ പുണ്യാളനാണല്ലോ, പിടിക്കപ്പെട്ട മലയാളി, അടിപിടി കേസിൽ ഇവിടെ ജയിലിലായ മലയാളി. കാരണം അവർക്ക് നിവൃത്തിയില്ല, തിരിച്ചു പോകാൻ വേണ്ടി വഴിയില്ലായിരിക്കും. വരുന്ന പിള്ളേർക്ക് അവര് നാട്ടിൽ നിന്ന് കടവും വിലയും മേടിച്ച് നാട്ടിലും കടം ഉണ്ടായിരിക്കും. അവരിവിടെ ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ വന്നിട്ട് രക്ഷപ്പെടുന്നില്ലെങ്കിൽ പിന്നെ ഇവരെന്താ ചെയ്യണ്ടേ? ഇവരെ ഇങ്ങനെ ആക്കുന്നത് ആരാണ്? ഇവന്മാരാണ്. എന്നിട്ട് ഈ കുറ്റം വന്ന് പറയുന്ന ആരാണ്? ഇവന്മാരാണ്. അപ്പോൾ ആര് ഇതിനകത്ത് കുറ്റക്കാർ? ഇതിനകത്തുള്ള മെയിൻ ആയിട്ടുള്ള കുറ്റക്കാർ ഇജാസിനെ പോലുള്ള ഏജന്റുമാരാണ്. അവരാണ് ഈ പരിപാടികൾ ചെയ്യുന്നത്. എന്നിട്ട് അവർ മാനസിക തെറ്റിയിട്ട് നമ്മുടെ നാട്ടിലെ പിള്ളേർ എന്തെങ്കിലുമൊക്കെ ചെയ്യെടുക്കുകയും ചെയ്യുമ്പോഴത്തേക്കിന് അവരെ അതിന് കുറ്റം പറയും. അവർ ചെയ്യുന്നത് ശരിയാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അവരുടെ ഭാഗത്ത് നോക്കുമ്പോഴത്തേനും അവർ പറ്റിക്കപ്പെട്ട് ഇതായിട്ട് പെട്ടുപോയ അവസ്ഥയിൽ നിൽക്കുവാണ്. അവരെങ്ങനെ ഇവിടുന്ന് കാശുണ്ടാക്കി എങ്ങനെ ഇത്രയും കടം കാണുവാൻ? അവരുടെ അവസ്ഥ എന്നാ നമ്മൾ അറിയുന്നില്ല. ഇവന്മാരൊക്കെ വന്നിരുന്ന് വലിയ വാഗോണ്ട് വർത്താനം പറഞ്ഞിട്ട് മറ്റേ നന്മമരം കളിക്കുവാണ് ഇപ്പോൾ വന്നിരുന്നത്. ഇവൻ നന്മമരമൊന്നുമില്ല, ഇവൻ ഫൂലോ കൂടായിപ്പാ. അതിന്റെ ഡീറ്റെയിൽ ഒക്കെ തരാം. മലയാളികളെ ഒരുപാട് ഇവിടെ മലയാളികൾ വരുന്നതിനനുസരിച്ച് ഇവിടെ പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അത് ഇവന്മാരെ പോലുള്ളവന്മാര് ഇവിടെ വന്ന് കള്ളത്തരത്തിലൂടെ സിറ്റിസൺഷിപ്പ് എടുത്ത് എന്നിട്ട് സിറ്റിസൺഷിപ്പും പൊക്കി കാണിച്ചില്ല. വേറെ ഇവിടെ നല്ല മലയാളികളുണ്ട്. ഇതുപോലെ വിസ കാര്യങ്ങൾ ചെയ്യാതെ എടുക്കാതെ മാന്യമായിട്ട് ജോലി ചെയ്തെടുത്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അവർക്ക് ഇങ്ങനെ ഉടായിപ്പ് പരിപാടി അറിയാൻ വരായിട്ടാണോ? അവർക്കറിയാം ആൾക്കാരെ പറ്റിക്കണ്ട. നേരായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും ചോദിച്ച് വരുന്നെങ്കിൽ എടുക്കുന്നുണ്ടെങ്കിൽ ചെയ്യാം. അല്ലാതെ ഈ പറഞ്ഞ രീതിയിൽ ഞാനിതുപോലെ എനിക്ക് റഷ്യൻ വിസയുണ്ട്, എനിക്ക് വയാന ബില്ലറ്റ് ഉണ്ട്, ഞാനിവിടെ ഇത്ര രൂപയ്ക്ക് എനിക്ക് വിസ ചെയ്യാൻ വേണ്ടി വരും, നിങ്ങൾ ഇങ്ങോട്ട് കയറി വാ,
ഇതൊക്കെ ചെയ്യുന്ന ആരാണ്? ഇവനെ പോലുള്ളവന്മാരാണ്. ഈ തട്ടിപ്പും വെട്ടിപ്പും നടത്തിയിരിക്കുന്ന ഇവനൊക്കെയാണ്. എന്നിട്ട് ഇവനൊക്കെ വന്നിരുന്നിട്ടാണ് നമ്മുടെ അടുക്ക വന്നിട്ട് ഈ വർത്താനം പറയുന്നത്. ഗവൺമെന്റ് വിസ റിസ്ട്രിക്ഷനും കാര്യങ്ങളൊക്കെ വന്നു, വിസ ലാഗിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പം ആൾക്കാർ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. പൈസ കുറേ ആൾക്കാർ കൊടുത്തു, കുറച്ച് പൈസയൊക്കെ റീഫണ്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും പൈസ പെട്ട് കിടപ്പുണ്ട്. കാരണം ആ പൈസയൊക്കെ എടുത്ത് ചെലവഴിച്ചേ. കാരണം ലാവിഷ് ജീവിതമല്ലേ, റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ്, ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി. ഇതെല്ലാം നാട്ടുകാരെ പറ്റിച്ച് ഉണ്ടാക്കണ പൈസക്കല്ലേ. അധ്വാനിച്ചിട്ട് തിന്നടാ, തടിയുമേ പിടിക്കൂടാ നാറി, ആൾക്കാരെ പറ്റിച്ച് തിന്നാതെ. ഇപ്പം ആൾക്കാരിപ്പോൾ പൈസ തിരിച്ചു ചോദിക്കുന്നതിൻ്റെ അവസ്ഥയിലോട്ടൊക്കെ വന്നപ്പോഴത്തേക്കും ഇങ്ങനത്തെ കാര്യങ്ങൾ ഇവിടെ ഭയങ്കര പ്രശ്നമാണ്. വിസയുടെ പ്രശ്നമുണ്ട്, എല്ലാം കാര്യങ്ങളും ഉണ്ട്. അതെല്ലാം ആക്കിയത് ഇവന്മാരാണ്. മനസ്സിലാക്കുക നിങ്ങൾ. അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇവിടെ പുതുതായിട്ട് പ്രാബല്യത്തിൽ വന്നു 2025 കൂടി. അപ്പം പുതിയ അപ്ഡേഷനും ഇവിടെ നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച് നിങ്ങളെ മുമ്പിൽ, പബ്ലിക്കിന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും എൻ്റെ പൊന്നു മക്കളെ, ഇവന്റെ അപ്ഡേഷനും ഇവന്റെ ഈ സാധനങ്ങളും കാണുമ്പോഴത്തേക്കിനെ നിങ്ങൾക്ക് അറിയത്തില്ലേ. ഇനി ഞാൻ വേറൊരു സംഭവം ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഈ ഏക്കും പൂക്കും അറിയാത്ത പൊട്ടൻ്റെ വാക്കും കേട്ടിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരാനും എടുക്കാനും വേണ്ടി നിൽക്കല്ലേ. ഇവനൊരു തേങ്ങ അറിയത്തില്ല. ഇവൻ നിങ്ങളെ തട്ടിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഇട്ടിരിക്കുന്നതാണ്. ഞാനിത് എത്ര നാളായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നെടുക്കുന്നത്. ഇവൻ എൻ്റെ വീഡിയോ കൊണ്ടുപോയിട്ട് ഇവൻ്റെ ചാനലിൽ കൊണ്ടുപോയിട്ട് ഇവൻ കൊണ്ടുപോയിടത്തില്ല. അല്ല, ഇവൻ എൻ്റെ ഫോട്ടോസ് കാര്യങ്ങൾ കാണിക്കുന്നുള്ളൂ. എന്തുകൊണ്ട് എൻ്റെ ചാനൽ പറഞ്ഞു ആൾക്കാർ എന്നെ കാണാൻ എന്തുകൊണ്ട് സമ്മതിക്കുന്നില്ല? അതിന്നല്ലെങ്കിൽ നാളെ സാധനം എത്തും. കാരണം യൂട്യൂബ് നിൻ്റെ നിറയും വകയൊന്നുമല്ല. ഞാൻ വീഡിയോ ഇടുമ്പോഴത്തേക്കും ഉറപ്പായിട്ട് ആൾക്കാരിലോട്ട് ഈ സാധനം എത്തും. ആൾക്കാർ തിരിച്ചറിയും. നിന്നെ അന്ന് ചോദ്യം ചെയ്യും. അന്ന് നീ പെടും. ഇനി കുറച്ച്, ഇനി അധികം നാളില്ല, ഞാൻ ഈ 1-2 ആഴ്ചയല്ലേ ആയിട്ടുള്ളൂ. ഇനി മുന്നോട്ട് പോകുന്നുണ്ടല്ലോ. ആ സമയത്ത് നീ പെടുമ്പോഴത്തേക്കിന് നിനക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മനസ്സിലാവും. അതിൻ്റെ വെപ്രാളവും കാര്യങ്ങളും ഇപ്പോൾ പഴയതുപോലൊന്നുമല്ല. ഇപ്പം വളരെ സൂക്ഷിച്ച് എടുത്തൊക്കെ വന്ന് എടുക്കുകയൊക്കെ ചെയ്യുന്നത്. വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ പുറകെ പറഞ്ഞുതരാം. വീഡിയോ അത് കണ്ട് ചിരിച്ചതിന് കൈയും കണക്കുമില്ല ഈ പൊട്ടനെ. അത് റഷ്യയിലെ ക്ലൈമറ്റിനെ കുറിച്ച് പറയുന്നതാണ്, കേട്ടോണേ. പ്രിസ്ക്രിപ്ഷനോട് കൂടിയാണ് നമ്മുടെ പല നാട്. അവർക്ക് വെയിൽ കൊള്ളാത്ത കാരണം അവരുടെ ബോഡിയിലേക്ക് വിറ്റാമിൻ സി, അതായത് വിറ്റാമിൻ സി സൂര്യപ്രകാശത്തിന് എടാ പൊട്ടാ, വിറ്റാമിൻ ഡി എടാ. ഈ പൊട്ടനെയൊക്കെ കേട്ടിട്ടാണ് മക്കളെ നിങ്ങൾ വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. സൂര്യപ്രകാശത്തിൽ നിന്ന് വിറ്റാമിൻ സി കിട്ടുമെന്ന് പുതിയ കണ്ടുപിടുത്തമാണ് ഇജാസിക്കയുടെ. തട്ടിപ്പുകാരൻ ഇജാസിക്ക. ഇന്ത്യക്കാരെന്നാണ് അർത്ഥം. അപ്പോ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരുത്തൻ എന്നെ കുറിച്ചിട്ട് വളരെ മോശമായ രീതിയിൽ വ്യാജ പ്രചരണങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവന് 2 വർഷമായിട്ട് എന്നെ അറിയാന്ന് പറയുന്നത്. 2 അല്ല കേട്ടോ, ഇവനെ 5 വർഷമായിട്ട് ഇവന്റെ വീഡിയോ നമ്മൾ നോക്കുന്നത്. അന്നൊക്കെ വെറും പൊട്ടത്തരോ, കാരണം എന്തോ പൊട്ടത്തരങ്ങൾ കാണിക്കുന്ന ഒരു പൊട്ടൻ അവിടെ കിടന്നിട്ട് ഹലോ ഗൈസ് ഇങ്ങോട്ട് നോക്ക്, അന്നും ഇൻഫർമേഷൻ വീഡിയോ ആണ് കേട്ടോ. ഇൻഫർമേഷൻ വീഡിയോ മറ്റേന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവൻ ഈ 2 കൊല്ലമായിട്ടാണ് ഈ വിസ തട്ടിപ്പിലോട്ട് ഇറങ്ങി ഒത്തിരി ആൾക്കാരെ പറ്റിക്കാൻ തുടങ്ങിയ ഉടനെയാണ് ഇവനെതിരെ വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. നമുക്ക് ബാക്കിയൊക്കെ പറയുന്നത്. കാരണം ഇപ്പോഴാണ് തട്ടിപ്പ് തുടങ്ങിയത്. മോശമായിട്ടെന്ന് വെച്ചാൽ പിന്നെ കള്ളത്തരം കാണിക്കുന്നതിന് പിന്നെ നമ്മൾ എന്താ ചെയ്യണ്ടേ? മോശമായിട്ട് തന്നെ ഉള്ളൂ. ഇവൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്കറിയാവുന്നതാണ്. ഇവൻ എന്താ എങ്ങനെയാണെന്നുള്ള ഇവൻ്റെ നാട്ടിലെ കാര്യങ്ങൾ നമ്മൾ ഇവൻ്റെ നാട്ടിലുള്ള മെമ്പറിനെ വിളിച്ച് അന്വേഷിച്ച് ഇവൻ്റെ നാട്ടിലെ കാര്യങ്ങൾ അറിഞ്ഞാണ്. ഗോവയിൽ ഇവൻ വർക്ക് ചെയ്തപ്പോഴത്തേക്കിനുള്ള ഇവൻ്റെ കാര്യങ്ങൾ അറിഞ്ഞാണ്. ഇവൻ റഷ്യയിൽ മുർമാൻസിലുള്ളപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ അറിഞ്ഞാണ്. ഇപ്പോൾ അടക്കം ഇവൻ മോസ്കോയിൽ താമസിക്കുന്ന അടക്കം കാര്യങ്ങൾ A to Z കാര്യങ്ങൾ അറിയാവുന്നതാണ്. ഇവൻ എന്താ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ പക്ക ഫ്രോഡാണ്. നിങ്ങളുടെ പൈസ ഏമാത്തി അതുകൊണ്ട് മാത്രം ജീവിക്കുന്നവനാണ്. വിസ തട്ടിപ്പ് നടത്തി ജീവിക്കുന്നവനാണ് ഇവൻ. അല്ല, അതിനെന്തിനാ നീ കിടന്ന് കരയുന്നത്? എന്ത് വേണം ചെയ്തത്? കാരണം നീ കള്ളത്തരമാണല്ലോ കാണിക്കുന്നത്. എന്നിട്ട് എൻ്റെ വീഡിയോ പൊക്കി പിടിച്ച് എടാ നീ അത്രയ്ക്ക് വലിയ പുണ്യാളനാണ്, നീ എന്തുകൊണ്ട് എൻ്റെ വീഡിയോ ഇവൻ എന്ത് കാണിക്കുന്നില്ല? ജൂബി ഇതവൻ്റെ ചാനൽ, ഞാൻ ഈ പറഞ്ഞ നീ പറഞ്ഞിട്ട് ഞാൻ വിസ ഏജന്റാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നീ അവരൊന്നും കാണിക്കുക. അത് കാണിക്കത്തില്ല. അത് കാണിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലായി. എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അത് ഇന്നല്ലെങ്കിൽ നാളെ പിള്ളേറയിലെത്തും. അവരറിയും. അവരറിഞ്ഞിട്ട് നിൻ്റെ ഇടയ്ക്ക് ഈ പറഞ്ഞിട്ട് കേസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇവന്റെ ജോലി നാട്ടുകാരെ പറ്റിക്കലാണല്ലോ. ഒരു ന്യായമില്ല, സത്യമില്ല. അതിന്റെ കാര്യങ്ങൾ അതിന്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ തരാവേ. ഒരു വോയിസ് ഞാൻ ഇടുന്നുണ്ട്. ജിമെയിൽ ഐ ഡിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കമന്റ് ഇട്ട് കളിക്കുകയാണ് അവന്റെ പരിപാടി. അല്ലാതെ എന്റെ ജിമെയിലിൽ ഇവനെ ഫസ്റ്റ് ഇവനെ കൊളുത്താൻ വേണ്ടിയിട്ട്, കാരണം ഇവൻ നമുക്ക് എതിരായിട്ട് വരണമല്ലോ. കാരണം ഇവൻ്റെ വീഡിയോയ്ക്കെതിരെ ഇട്ടാൽ മാത്രമേ ഇവൻ നമ്മളോട് ഡിഫെൻഡ് ചെയ്ത് വരത്തുള്ളൂ. എന്നാലേ ആൾക്കാർ കാണത്തുള്ളൂ, ഇവൻ്റെ കള്ളത്തരം പൊളിക്കാൻ വരത്തുള്ളൂ. അന്ന് ആ സമയത്ത് ഫസ്റ്റ് വീഡിയോ ഞാൻ ചെയ്യുന്ന സമയത്ത് മാത്രമേ ഞാൻ വീഡിയോയ്ക്ക് മറുപടി തരാത്തതിന് ലിങ്ക് അയച്ചു കൊടുത്തിട്ട് ഇവനെ പ്രലോഭിപ്പിച്ച് അവൻ അപ്പോഴാണ് വീഡിയോ ഇട്ട് തുടങ്ങി. പിന്നീട് പിന്നെ നമുക്കിതായി തിരിച്ച് വീഡിയോ ഇടാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ആൾക്കാർ നമ്മളെ കാണാൻ തുടങ്ങി. ഇപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ സത്യം മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇവൻ്റെ ക്യാരക്ടർ മാറിയിട്ടുണ്ട്, ഇവൻ്റെ അവതരണശൈലി മാറിയിട്ടുണ്ട്. പകുതിക്കും എന്നൊക്കെ വന്നിട്ട് കുറ്റവും കാര്യങ്ങളൊക്കെ ഒന്ന് പറയുന്നത്. മറ്റേന്ന് വെച്ചാൽ ആദ്യമേ നമ്മുടെ ഫോട്ടോയും കാര്യങ്ങളും ഭീകരമായ രീതിയിൽ കാണിച്ച് എടാ ഇനിയും വരാൻ പോകുന്നേ ഉള്ളൂ, നിൻ്റെ കള്ളത്തരങ്ങളൊക്കെ പുറത്തോട്ട് വരാൻ പോകുന്നതേ ഉള്ളൂ.
ഇവനോട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യനുകൾ ചോദിച്ചിട്ടുണ്ട്, അതൊന്നും ആൻസർ ഒന്നും ഇവൻ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യനുള്ള ആൻസർ ഞാൻ കൊടുത്തു. ഇവനെല്ലാം പൊട്ടൻ, ഇവനൊരു മാങ്ങാത്തോലി അറിയാതെ ഞാൻ ഇവനോട് എങ്ങനെ പറഞ്ഞ് ഇനി മനസ്സിലാക്കി കൊടുക്കും? നമ്മുടെ വീഡിയോ കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം, ഞാൻ കറക്റ്റ് ഓരോ ഡോക്യുമെൻറ്റിനും എന്നെ വിളിക്കുന്ന ആളെ അടക്കം എൻ്റെ വീഡിയോയിലൂടെയാണെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും ഞാൻ വ്യക്തമായിട്ട് എല്ലാവർക്കും പറഞ്ഞു. ഇവനൊരു തേങ്ങ എടുത്തില്ല. ഇവൻ എന്നിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിന് താഴെ കൊണ്ട് എഴുതിയിട്ടു. എനിക്കതിനകത്ത് ഒരു പ്രശ്നമില്ല, നീ എഴുതിയിട്ടു, കാരണം ഞാൻ അങ്ങനെയാണെന്നുള്ള കാര്യം എനിക്കറിയാം. എന്നിട്ട് മറ്റുള്ളവർ ഇതാക്കാൻ വേണ്ടി എഴുതിയിടുക. ഇവനും എൻ്റെ പേര് ശിങ്കിടി, ഇവന് കാണുമായിരിക്കും 2-3 Gmail ID. എനിക്കില്ല കേട്ടോ, ഞാൻ അങ്ങനത്തെ പരിപാടി. പിന്നെ എൻ്റെ ഇവൻ്റെ അകത്ത് പോയി എഴുതിയിട്ടുള്ളതെല്ലാം ഇവനെ അറിയാവുന്ന, ഇവൻ പറ്റിച്ചിട്ടുള്ള പിള്ളേരാണ്. ഇവർ പോയിട്ട് ലിങ്ക്, എന്നിട്ട് ഇവരെനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്തിട്ട് പറയും, ഇതുപോലെ ബ്രൂ ഞങ്ങൾ ഇതുപോലെ ഇത് എഴുതിയിട്ടുണ്ട്, അവനതെല്ലാം ഡിലീറ്റ് ചെയ്തു. ഇവൻ എന്തിനാ ഡിലീറ്റ് ചെയ്തോളന്നേ? നിനക്ക് ഭയങ്കര ധൈര്യമാണ്, നീ തെറ്റ് ചെയ്തിട്ടില്ല, പിന്നെ നീ എന്തിനാടാ പേടിക്കുന്നേ? നീ എന്നെ വിസ തട്ടിപ്പ് കള്ളാന്ന് വിളിക്കുമ്പോൾ ഞാൻ പേടിക്കുന്നില്ലല്ലോ. അതാണെങ്കിൽ ഞാൻ പേടിച്ചാൽ പോരെ? നിന്നെ പറയുമ്പോൾ നീ എന്തിനീ പേടിക്കുന്നത്? നീ എന്തിനീ കണ്ണും മുഖവും എല്ലാം ആപ്പാടെ വല്ലാതെ വിറച്ച് ഇങ്ങനെ തുള്ളി നിൽക്കുന്നത്? നീ എന്തിനാ പേടിക്കുന്നത്? നീ കള്ളത്തരം കാണിച്ചിട്ടില്ലല്ലേ? കാരണം നീ കള്ളനാ, നീ പക്ക ഫ്രോഡാണ്, വിസ തട്ടിപ്പുകാരനാണ്. ഇജാസ് ഈസ് ഫ്രോഡ് എന്ന് മാത്രമേ അവനെ എഴുതൂ. അതിന് കറക്റ്റ് ആൻസർ ഒന്നും തരത്തില്ല. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഇജാസ് ഈസ് ഫ്രോഡ് എന്ന് പറഞ്ഞ് ഇജാസിന്റെ ഫ്രോഡ് തരമല്ല ഞാൻ ഈ വീഡിയോയിലൂടെ ഇരുന്ന് പറഞ്ഞല്ല. അത് നീ നിന്റെ ഗ്രൂപ്പ് അവിടെ ഇരുന്ന് പറഞ്ഞ് അവരങ്ങനെ കാണാൻ, അവരെന്നല്ലെങ്കിൽ നാളെ എൻ്റെ ചാനലിൽ കാണും, അവരത് അറിയും. അവന് ആൻസർ തരുന്നില്ല. എല്ലാം ഇജാസ് ഈസ് ഫ്രോഡ്. ഇവന്റെ എല്ലാ സാധനത്തിനും ഉള്ള, ഇവനിപ്പോൾ ഈ വന്ന് പറഞ്ഞ എന്നാണെന്നറിയോ, ഇവന്റെ വീഡിയോ കാണുന്ന കാശ് കൊടുത്തിട്ട് നിൽക്കുന്ന നാട്ടിലുള്ള പിള്ളേരുണ്ട്, അവരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് ഇവൻ ഈ കിടന്ന് ഇടുക്കി കാണിക്കുന്ന വെപ്രാളവും കാര്യങ്ങളൊക്കെ. അതിപ്പോൾ ഇന്നത്തോടെ അതൊന്ന് തീരും. ആ വോയിസ് കേട്ടു തുടങ്ങാം. ഞാൻ അവനെ വിളിച്ച വോയിസ് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചതാണ്. അതായത് 8-ാം തീയതി ഏപ്രിൽ ഒരു 9:47 വിളിച്ച് സംസാരിച്ചതാണ്. അത് പേഴ്സണൽ ഇപ്പൊ നിങ്ങളിപ്പോ ഇങ്ങനെ പറഞ്ഞില്ല, അയാൾ ഉടായിപ്പ, അയാൾ അതാ ഇതാന്ന് പറയുമ്പോഴത്തേക്കിന് അയാൾ മേടിക്കുന്ന പൈസ ഒന്ന് വെളിപ്പെടുത്തുകൊണ്ട് ഇപ്പൊ എന്താ കുഴപ്പമുള്ള? അയാള് ഞാൻ പറയാം, അയാള് ഞാൻ വിസ ചെയ്ത് കൊടുക്കും. ഞാൻ പറയാം, അയാളിപ്പോ ഒരു 2 ലക്ഷത്തിന്റെ മുകളിൽ അയാൾ വാങ്ങുന്നുണ്ട്. 2,20,000 രൂപ ഇജാസ് അയാൾക്ക് കൊടുക്കുന്നുണ്ട് ഒരു വിസയില്. അല്ല, ഞാൻ പറഞ്ഞ ഇജാസ് 2,20,000 രൂപ അയാൾക്ക് വിസയ്ക്ക് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വരുന്ന പൈസ ഇജാസിന്റെ അല്ലേ? അങ്ങനല്ലേ? അല്ല, അത് കഴിഞ്ഞിട്ട് അതിന് ഇജാസ് ഞാൻ പറഞ്ഞത് ഞാൻ വാങ്ങുന്ന ടോട്ടല് 3,95,000. അതിന് ഞാൻ പല ആൾക്കാർക്കും അല്ല 3,90,000 അത് പറഞ്ഞ 4,20,000 എന്ന് പറഞ്ഞത് ഇതിപ്പോ കൂടിയ റേറ്റ് ആണ്. അത് പഴയ റേറ്റ് ആണ് ഈ 3,95,000 പറഞ്ഞത്. അല്ല, പഴയ റേറ്റ് 3,95,000. ഇപ്പൊ റേറ്റ് കൂടി, പുതിയ റേറ്റ് ആണ് ഈ പഴയ റേറ്റ് 3,95,000, ഇപ്പോഴും 4,20,000 രൂപ. 4,20,000 രൂപ പഴയ റേറ്റ് ആണ്. 3,95,000 രൂപ. നമ്മളെ കമ്മീഷൻ എത്ര നിങ്ങൾക്ക് പറഞ്ഞത് നിങ്ങൾക്ക് എന്താന്ന് ചേട്ടൻ മനസ്സിലായിക്കോ. ഇയാൾക്ക് എത്ര പൈസ കൊടുത്തു കഴിഞ്ഞാല് ഇതില് നമ്മൾ ഇയാളൊന്നുമില്ല, ഇയാൾ നമുക്ക് സബ്മിഷനും കോൺട്രാക്ട് ഇൻവിറ്റേഷനും മാത്രം തരും. അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ആൾക്കാർക്ക് വന്നു കഴിഞ്ഞാല് ബയോമെട്രിക്സ്, ഫിംഗർ പ്രിന്റ്, രജിസ്ട്രേഷൻ, പാസ്പോർട്ട് ട്രാൻസ്ലേഷൻ, അതുപോലെ തന്നെ മെഡിക്കല്, അവരെ എയർപോർട്ട് പിക്കപ്പ്, രജിസ്ട്രേഷൻ, അതുപോലെ തന്നെ അവർക്ക് അവരുടെ ചെലവ്, അതുപോലെ തന്നെ അവർക്ക് നിൽക്കാനുള്ള ഹോസ്റ്റല്, ഇതൊക്കെ എന്റെ പോക്കറ്റിനെടുത്ത് കൊടുക്കണം. അതെ, ഒക്കെ അവന്റെ കീശയിലാണ് എടുത്തു കൊടുക്കുന്നത് കേട്ടോ. നിങ്ങളൊന്നും കൊടുത്തതല്ല, എല്ലാം ഇജാസ് നിങ്ങൾക്ക് എന്തൊക്കെ കഷ്ടപ്പെടുന്നുള്ള കാര്യം അറിയോ? നിങ്ങളെ അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് അവൻ്റെ കീശയിൽ എടുത്തിട്ടാണ് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ ഇവൻ ഈ പറഞ്ഞ ഈ ഡോക്യുമെൻറ്റ്സ്, ഇതിൻ്റെ എല്ലാത്തിൻ്റെ ടെസ്റ്റിൻ്റെ ഈ പറഞ്ഞ എല്ലാത്തിൻ്റെ ചിലവ് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. എന്തായാലും അവൻ അടുത്ത വീഡിയോ ഇടട്ടെ, അപ്പോഴത്തേനും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. കറക്റ്റായിട്ടുള്ള റേറ്റും കാര്യങ്ങളൊക്കെ, വിസയുടെ അടക്കം എല്ലാ ഉടായ്പ സംഭവം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇപ്പോഴും പറയണം, കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം കാശ് മേടിക്കുക. അതുപോലെ തന്നെ കേസ് ഫയൽ ചെയ്യാനുള്ളവർ എത്രയും വേഗം കേസ് ഫയൽ ചെയ്യുക. ഞാനുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇവനെതിരെയുള്ള ഞാൻ ഇപ്പോഴും പറഞ്ഞല്ലോ, ഇവൻ നടത്തിയിട്ടുള്ള ചില്ലറ തട്ടിപ്പൊന്നുമല്ല. നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക. അല്ല, അതെങ്ങനെ അത്രയും പൈസ ഏതാണെന്നറിയോ? നിങ്ങൾക്ക് ഇത്രയും സംഭവം അതാ, നിങ്ങളുടെ മെഡിക്കൽ, ഇവിടുത്തെ നിങ്ങളുടെ എയർപോർട്ട് പിക്കപ്പ്, നിങ്ങളിവിടെ താമസിക്കുന്ന ഹോസ്റ്റലിൽ, നിങ്ങളുടെ രജിസ്ട്രേഷന്, നിങ്ങളുടെ ഫിംഗർ പ്രിന്റ് ഇതെടുക്കുന്ന പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നിന്റെ അടുത്ത് ചാർജ് ചെയ്യാൻ പറഞ്ഞുതരാം. മെഡിക്കൽ മനസ്സിലായി, എല്ലോട് 1,00,000 രൂപയാണ്. ഞാനും ഇവിടെ താമസിക്കുന്നില്ല, അതങ്ങനെ അത്രയും പൈസയാന്നേ. മെഡിക്കലിനും ഇതിനുമൊക്കെ എന്ത് ഇജാസ് എന്നെ പറയുന്നത്? ഒരു ഇവിടെ പോയി എയർപോർട്ടിൽ നാളെ വിളിച്ചോണ്ട് വരുന്നതിന് റൂം എടുത്ത് കൊടുക്കുന്നതിനും പിന്നെ ഹോസ്റ്റലിൽ ഇതിപ്പോ നിങ്ങൾ വിത്തൗട്ട് ടിക്കറ്റ് അല്ലേ നിങ്ങൾ 3,95,000 പറഞ്ഞത്? നേരത്തെ 3,95,000 രൂപ, 2,20,000 രൂപ അവൻ്റെ ഇവിടെ ഉള്ള ആക്ക് കൊടുക്കുന്നു. ബാക്കി പൈസ അവൻ്റെ കയ്യിൽ. ഓക്കെ, ടിക്കറ്റിന് നിങ്ങൾക്ക് കൊച്ചിയിൽ നിന്നോ ഡൽഹിയിൽ നിന്നോ ഇവിടെ നിന്ന് എടുത്ത് തരുന്നുള്ള കാര്യം ഓർത്തില്ല. ഒരു 30,000 40,000 രൂപ കൂട്ടിക്കും. എന്നാലും ബാക്കി പൈസ കിടക്കുമല്ലേ. ഇവിടെയൊക്കെ ഹോസ്റ്റൽ എടുക്കുന്നതിന് അധികം പൈസയൊന്നുമില്ല. രജിസ്ട്രേഷനുള്ള ഹോസ്റ്റൽ എടുക്കണമെങ്കിൽ അത് ഞാൻ മോസ്കോയിൽ വിളിച്ചിട്ട് ഞാൻ അത് അന്വേഷിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം എൻ്റെ കൂട്ടുകാരന്മാർ. അതൊക്കെ അടുത്ത വീഡിയോയില്ല, അതൊക്കെ ഇവൻ പറയട്ടെ. പറയുമ്പോഴത്തേക്കില്ലേ നമ്മൾ അടുത്തടുത്ത കാര്യങ്ങൾ പറയുന്നത്. നേരത്തെ 3,95,000 വിസ ടിക്കറ്റ് ഉൾപ്പെടെയാണ് ഞാൻ പറഞ്ഞത്. 3,95,000
അതായത് ഇജാസ് നേരത്തെ ചെയ്തുകൊണ്ട് ഇജാസ് കൊണ്ടുവന്നിട്ടുള്ള ആൾക്കാർ അടിക്കുന്ന ഇജാസ് ചെയ്തുകൊണ്ടിരുന്നത് 3,95,000 രൂപ നിങ്ങൾ പൈസ മേടിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് വിസ ടിക്കറ്റും ഇൻക്ലൂഡ് ആണ് അല്ലേ? കറക്റ്റ് അല്ലേ? ഈ VSF എന്ന് പറയുന്ന വിസ സ്റ്റാമ്പിങ്ങിന്റെ കാര്യമാണ് 26,000 സംതിങ് രൂപ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു. VSF എന്ന് പറഞ്ഞ എന്താ ഉദ്ദേശിച്ചത്? വിസ സ്റ്റാമ്പിങ്ങിന് 25,000 രൂപ നമ്മുടെ നാട്ടില് 26,500. അത് പുള്ളി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് വിസ മാത്രം പുള്ളി ഇവിടുന്ന് കാര്യം ചെയ്തു തരുന്നു, അത്രേ ഉള്ളൂ. മെഡിക്കല് പുള്ളി ചെയ്തു തരുന്നില്ല. പിന്നെ നിങ്ങൾക്ക് വർക്ക് പെർമിറ്റ് പുള്ളി എടുത്തു തരുന്നില്ല. പിന്നെ അല്ലേ, ഇതൊന്നും പുള്ളി ചെയ്യുന്നില്ല. ഇതെല്ലാം ഞാനാ ചെയ്യുന്നത്. ഇതൊക്കെ ഞാൻ സ്വന്തമായിട്ട് ചെയ്യണം. പുള്ളി ചെയ്യുന്നത് കോൺട്രാക്ട് ഇൻവിറ്റേഷൻ മാത്രം. അതിപ്പോ 2 പേപ്പറിനാണ് അവൻ ഇത്രയും വലിയ പൈസ വാങ്ങുന്നത്. 2 ലക്ഷം രൂപ അല്ലേ? ഒന്നാമത് ഇന്ത്യക്കാർക്ക് പല സ്ഥലത്ത് റൂം കിട്ടാനില്ല. അതായത് ഇജാസെ അത് റൂം കിട്ടുന്നില്ല ഇജാസെ. അതായത് 2 ലക്ഷം രൂപ പുള്ളി മേടിക്കുന്നു. അതായത് 1,95,000 രൂപ ഇജാസ് എടുക്കുന്നു. അതിനകത്തുനിന്ന് 95,000 രൂപ പോയി കഴിഞ്ഞാലും 1 ലക്ഷം രൂപ ഇജാസിന്റെ കമ്മീഷൻ അല്ലേ? അതായത് ഇതല്ല, ഇതിൽ കൂടുതലാണ് കിട്ടുന്നത്. ഇതിവൻ നമ്മളോട് പറഞ്ഞ കഥ. ഇത് കറക്റ്റായിട്ട് ഞാൻ അന്വേഷിച്ച് ഇതിൻ്റെ കറക്റ്റ് റേറ്റ് കാര്യങ്ങൾ പറയുമ്പോൾ 1 ലക്ഷം രൂപ കൂടുതൽ അവന് കിട്ടും തട്ടിപ്പ് ചെയ്തിട്ട് ഒരാളിൽ. നിങ്ങൾ ഈ 1 ലക്ഷം രൂപ വെച്ച് കൂട്ടിയാൽ മതി. ബാക്കി ഞാൻ പിന്നെ പറഞ്ഞുതരാം. അവൻ പറയുമല്ലോ, വീഡിയോ ഇടുമല്ലോ. അല്ല അങ്ങനല്ലേ, 3,95,000 രൂപ എന്ന് പറയുമ്പോഴത്തേക്കും 2 ലക്ഷം രൂപ പുള്ളി എടുത്തു. ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ മെഡിക്കലും വിസയും എല്ലാ പരിപാടി ഫ്ലൈറ്റ് ടിക്കറ്റ് എല്ലാം എടുത്താലും 95,000 രൂപ നിങ്ങൾ കൂട്ടിക്കും. എന്നാലും 1 ലക്ഷം രൂപ പിന്നെ ഞാൻ ഇത് പറഞ്ഞുതരാം. എന്റെ 26,500 മറ്റേ VFSന്റെ ചാർജ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ഇവർക്ക് ജോബ് ആക്കി കൊടുക്കണം. ജോബ് എന്ന് പറഞ്ഞാൽ ഈ കമ്പനി ജോബ് അവർക്ക് കൊടുക്കുന്നില്ല. അപ്പൊ നമ്മൾ ഈ കമ്പനി ജോബ് ആക്കി കൊടുക്കുന്നില്ല, നിങ്ങളെങ്കിലും മനസ്സിലാക്കുക. കാരണം അവൻ തന്നെ പറഞ്ഞു കേട്ടോ, ഈ വിസ എന്ന് പറയുന്നത് ഇവരിവിടെ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ട് ഇവരൊരു കമ്പനി ഉണ്ടാക്കുന്നു. ആ കമ്പനിയുടെ വിസയാണ് നിങ്ങൾക്ക് എടുത്തു തരുന്നത്. ആ കമ്പനിയുടെ വിസയും കൊണ്ടാണ് നിങ്ങൾ പോയിട്ട് വേറെ സ്ഥലത്ത് പോയിട്ട് ജോലി ചെയ്യുന്നത്. നിങ്ങളെ ലേബർ തൊഴിലാളികളായിട്ട് ഇവന്മാർ കൊണ്ട് വിൽക്കുന്നത്. മനസ്സിലായോ? ആ വിൽക്കുന്നിടത്തു നിന്ന് അവന്മാർക്ക് കമ്മീഷൻ കിട്ടും, നിങ്ങളുടെ കയ്യിൽ നിന്നും കമ്മീഷൻ കിട്ടും. ഇവർ തമ്മിലൊരു കോൺട്രാക്ട് വെച്ചിട്ട് നിങ്ങൾക്കൊരു പേപ്പർ ഇപ്പോൾ ഇവന്മാർ ഉണ്ടാക്കുന്നുണ്ട്. അതിനകത്തുനിന്നും സാലറിയിൽ നിന്ന് ഇവന്മാർക്കൊരു കമ്മീഷൻ നിങ്ങൾക്ക് കമ്പനി ഇവന്മാർക്ക് പേ ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? 3 ആൾ ചെയ്യേണ്ട പണി ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു ഇവിടെ. മനസ്സിലായോ? കേൾക്കാം. അതൊക്കെ തട്ടിപ്പാണ്. 60,000-70,000 രൂപ അതൊക്കെ ഇവൻ നമ്മളോട് പറയുന്നതാണ്. മനസ്സിലായോ? ഞാൻ അത്രയും പൈസ ഒന്നും എടുക്കുന്നില്ല, 60,000 രൂപ മേടിക്കും, അതൊന്നുമില്ല. അതെല്ലാം ഇവൻ്റെ കമ്മീഷനാണ്. ഞാനിവിടെ നിൽക്കുന്ന ആളല്ലേ, എനിക്ക് ഈ കാര്യങ്ങളെല്ലാം നന്നായിട്ട് അറിയാം. അവൻ എന്നോടാണ് കഥ പറയുന്നത്. അതെങ്ങനെ ഏജൻസി എങ്ങനെ ഇജാസെ ഇവിടെ അങ്ങനെ 60,000-20,000? ഞാനിവിടെ താമസിക്കുന്ന ഒരാളല്ലേ, ഇവിടെ അങ്ങനെ 60,000-20,000 രൂപ എങ്ങനെ മേടിക്കുന്നത്? എവിടെ ഞാൻ റഷ്യ തന്നുള്ള ഒരാളാണ്. നീ ആരോട് റഷ്യ ഇത് പറയുന്നത്? എവിടെ 60,000? ഓസോണിൽ ഇങ്ങോട്ട് പൈസ കിട്ടുമല്ലോ. ഓസോണിൽ നമ്മൾ ഒരാളെ കയറ്റി കഴിഞ്ഞാൽ നമുക്ക് 10,000 അല്ലെങ്കിൽ 20,000 രൂപ നമുക്ക് ഇങ്ങോട്ട് ഓസോൺകാർ കമ്മീഷൻ തരും. മനസ്സിലായോ? ഇപ്പം ഇവിടെ കുറേ അവന്മാർ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതുപോലെ വിസയിൽ വന്ന് പെട്ട് കിടക്കുന്നവന്മാരുണ്ട്. അവന്മാർക്ക് ജോലി തരാമെന്ന് പറഞ്ഞിട്ട് ജോലി മേടിച്ചു കൊടുക്കും. എന്നിട്ട് അവന്മാർ അടിക്കുന്ന പൈസ മേടിക്കും. മനസ്സിലായോ? ഇപ്പോൾ അവന്മാർ പുതിയ പരിപാടിയാണ് അത്. അതായത് ഇതിന് ശേഷമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്, ഇവിടെ വന്ന് പെട്ടുപോയി. ഇപ്പോഴത്തെ അല്ല ഞാൻ പറഞ്ഞത്, ഇപ്പോൾ വന്ന് പെട്ട് നിൽക്കുന്ന പിള്ളേരുടെ കാര്യമാണ് പറഞ്ഞത്. ഇപ്പോൾ അവന്മാർക്ക് കൊടുക്കും. ഞാൻ അറിഞ്ഞൊരു കാര്യം, എന്നോടൊരു പയ്യൻ വിളിച്ചിട്ട് പറഞ്ഞാൽ അവിടെ മോസ്കോയിലുള്ള, അതായത് ജോലി ചേട്ടാ അവന്മാരുടെ വിസയിൽ ഇവിടെ വന്നിട്ട് ജോലിയായിട്ട് ഇപ്പോൾ നമുക്ക് ജോലിയില്ല, ഓസോണിൽ നിന്ന് ഇറങ്ങി വേറൊരു ജോലിക്കും കയറി, അവിടെയും സാലറിയും കാര്യങ്ങളും കുറവ്, നമ്മളെല്ലായിടത്തും ജോലിക്ക് കൊടുക്കുന്നില്ല. ഏറ്റവും അവസാനം ഒരു ജോലി ഇവന്മാർ പണിക്ക് പോകും, അതുമില്ല. മനസ്സിലായോ? ഇവനൊന്നും പണിക്കും പോകാതെ വെറുതെ ഇങ്ങിരിക്കും. ബാക്കിയുള്ളവന്മാരെ പണിക്ക് വിട്ടിട്ട് ഇവന്മാർ ലാവിഷായിട്ട് ജീവിക്കും. കമ്മീഷന് പോയി കഴിഞ്ഞാൽ നിന്റെ ഇടയ്ക്ക് നാഗപ്പാടെ മേടിക്കുന്ന 20,000 രൂപയ്ക്കകത്തേ മേടിക്കത്തുള്ളൂ. 20,000 രൂപ മേടിക്കത്തില്ല, 6,000 രൂപയുള്ളൂ മെയ്ഡ് കമ്മീഷൻ. അതായത് നമ്മുടെ ബ്ലഡും ബാക്കിയുള്ള സാധനങ്ങളും ഇതെല്ലാം ചെക്ക് ചെയ്യുന്ന, മനസ്സിലായോ? ഇതെല്ലാമാണ് ഹാർട്ട്, ഈ പറഞ്ഞ സാധനങ്ങളും എല്ലാമായിട്ടുള്ളതാണ്. യൂറിന് അതെല്ലോടായിട്ടൊരു 6,000 രൂപയുള്ളൂ. ഞാനതിലൂടെ ഡീറ്റെയിൽ ഞാൻ എടുത്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞതാണ്. ഇല്ല മെഡിക്കൽ എടുക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? എന്റെ ഒരു കാര്യം ചേട്ടാ, ഞാൻ ഈ നാട്ടിൽ നിൽക്കുന്നതല്ലേ, നീ നാട്ടിക്കുമ്പോ ഈ നാട്ടിൽ എനിക്കറിയാലോ ഇവിടുത്തെ കാര്യം. അപ്പൊ നീ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയണ്ടേ? ഇവിടെ
ഇവിടെ എന്റെ അടുത്ത് വാങ്ങുന്ന 50,000 നിന്റെ ഇടയ്ക്ക് 50,000 ഇവിടെ ഒരിടത്തും ജോലി കൊടുക്കുന്നിടത്തൊന്നും എങ്ങൂന്ന് 50,000 60,000 ഇവിടെ ആരും മേടിക്കുന്നില്ല. അത് നീ ചാമ്പുന്ന പൈസ. ഓസോണിൽ കയറി കഴിഞ്ഞാൽ ഓസോണിൽ ഒരാളെ കയറി കഴിഞ്ഞാൽ 20,000 രൂപ ഇങ്ങോട്ട് കമ്മീഷൻ കിട്ടും. മനസ്സിലായോ? സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങളിലൊന്നും നിങ്ങൾക്ക് കൺവിൻസ് ആകുന്നില്ലെങ്കിൽ നമുക്ക് സംസാരിച്ചിട്ട് കാര്യമില്ല. ഞാൻ ഇവനെ വിളിച്ചു പറഞ്ഞത് എൻ്റെ കൂട്ടുകാരന്മാർക്ക് ജോലി വേണം, അതേതാന്ന് പറഞ്ഞിട്ട് വിളിച്ചാൽ ഞാൻ ഇവനെ അന്വേഷിക്കുന്നത്. ഒരു കുറച്ച് മുമ്പോട്ടുണ്ട് ഇതൊക്കെ. എൻ്റെ ഫുള്ള് വീഡിയോ നമുക്ക് പിന്നീട് വേണമെങ്കിലും ഇടാം. നമുക്ക് ലാസ്റ്റ് മറ്റേ ഏറ്റവും അവസാനം സാധനമാണല്ലോ നമുക്കത് വേണ്ടത്, മറ്റേ കള്ളി പൊളിക്കുന്നത്. ആ സാധനം ആയതുകൊണ്ടാണ് ഇവിടുന്ന് പ്ലേ ചെയ്തത്. ബാക്കിയൊക്കെ ഉണ്ട്. അപ്പോൾ ആശാൻ അവിടുന്ന് കാര്യങ്ങൾ പറഞ്ഞു തന്നപ്പോൾ നമുക്കൊന്നും അറിയത്തില്ലെന്ന് എൻ്റെ വിചാരം. ഇവിടുത്തെ കാര്യങ്ങളൊന്നും പൊട്ടനാക്കാൻ വേണ്ടി നോക്കുന്ന നമ്മളെ. എനിക്ക് ഇവിടെയുള്ള മലയാളികൾക്ക് ഇവിടെയുള്ള എല്ലാ മലയാളികൾക്കും ഇവിടെ എന്താ കളി നടക്കുന്നതെന്ന് ഉമാർ ഉടായ്പൂരോടി എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. അല്ല, നീ ഇങ്ങനെ ഒഴിഞ്ഞു മാറില്ല. നീ പറയുന്ന ആ പൈസ ഈ പൈസ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ആൾക്കാരുടെ എന്തോരം പൈസ മേടിക്കുന്നേ? ഒരു മര്യാദയൊക്കെ ഉണ്ട്. എനിക്ക് നിന്റെ ഇല്ലീഗലായിട്ടാണ് ആൾക്കാരെ കൊണ്ടുവരുന്നതെന്ന് മനസ്സിലായോ? അവിടുന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ അവനും ഇവൻ്റെ കൂട്ടുപ്രതികളും എല്ലാവരും കൂടെ ചെയ്തിട്ടുള്ള പരിപാടിയും കാര്യങ്ങളും ഒക്കെയാണ്. ഇവർ തമ്മിലിടയിലുണ്ടായ പ്രശ്നവും കാര്യങ്ങളും നൈസായിട്ട് ഇതൊക്കെ തുടങ്ങി. ഞാൻ പറഞ്ഞില്ല, ഞാൻ വിളിച്ച് തുടങ്ങി നൈസായിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് എടുത്ത് വരുന്ന സമയത്തുള്ള കാര്യങ്ങളാണ്. അവർ 5 കോടി രൂപ ഇപ്പം മനസ്സിലായോ? 5 കോടി. ഇപ്പം ഇവന് 1 കോടി രൂപയ്ക്ക് അതിൻ്റെ കാര്യങ്ങൾ വരുന്നുണ്ട്. ഞാൻ കേൾപ്പിച്ചു തരാം. അങ്ങനെ കൊണ്ടുവരാൻ പുള്ളി ഈ വിസ ഇപ്പൊ നിങ്ങൾക്ക് പണ്ട് നിങ്ങൾ ചെയ്തോണ്ടിരുന്ന ഈ വിസ തന്നെയല്ലായിരുന്നു 3 കൊല്ലത്ത്? അത് ഇല്ലീഗലായിരുന്നു അപ്പൊ നേരത്തെ ചെയ്തോണ്ടിരുന്നത്? പിന്നെ പുള്ളിയുടെ മാത്രം അങ്ങനെ ഇല്ലീഗലാകുന്നത്? അല്ല, ഇവൻ പല രീതിയിലും ഇല്ലീഗൽ വിസകളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതാ ഞാൻ ചോദിച്ചു ഇജാസ് എങ്ങനെയാ ഇല്ലീഗൽ എങ്ങനെയാന്ന് ഞാൻ ചോദിച്ചത്. അത് എങ്ങനെ പുള്ളി ഇല്ലീഗൽ വിസ ചെയ്യുന്നത് നമുക്കറിയില്ലല്ലോ. നമ്മൾ ഇവന്റെ കൊടുത്തിട്ടുണ്ട്, നമ്മൾ ഇവിടെ കൊടുത്തപ്പോ. അപ്പൊ നിങ്ങൾ നേരത്തെ ഇജാസ് ഈ പുള്ളി അതായത് ഇജാസ് വിസ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ് ഇതൊക്കെ. ഇജാസിൻ്റെ കൂട്ടസംഘമാണ്, കൂട്ടാളികളാണ്. അവർ തമ്മിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഇവർ ഇതിനകത്തൂടെ പറയുകയും ചെയ്യുന്നത്. ഇതിൻ്റെ ഫുൾ വീഡിയോ വോയിസ് കാര്യങ്ങൾ എൻ്റെ അടുത്ത് ഇരിപ്പുണ്ട്. അതൊക്കെ പിന്നീട് ഞാൻ പറഞ്ഞു. നമ്മളിത് കേസായിട്ട് ഫയൽ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളായിട്ട് ഇവൻ്റെ വീഡിയോയും ഇവരുടെ വോയിസും ഈ പറഞ്ഞ ഇവരെ തട്ടിപ്പിൻ്റെ സാധനവും എല്ലാം ഇവിടെ വെച്ചിട്ട് നമ്മൾ ഫയൽ ചെയ്ത് കൊടുക്കും. മനസ്സിലാക്കിയതിനു ശേഷം ഞാനിപ്പോ ഇവനായിട്ട് വലിയൊരു ഇതില്ല. അല്ല, നേരത്തെ ചെയ്തിട്ടുണ്ടോ ഇജാസ്? ഈ പുള്ളിയുടെ അടുക്ക് നേരത്തെ വിസ ചെയ്തിട്ടുണ്ടായിരുന്നു? ഞാൻ നേരത്തെ ഇവനായിട്ടുള്ള ഒരു വിസ ചെയ്തിട്ടുണ്ടായിരുന്നു. നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറെ വിസ ചെയ്തിട്ടുണ്ടോ? പെർമിഷനോട് കൂടി തന്നെയാണ്, കമ്പനീന്റെ പെർമിഷനോട് കൂടി തന്നെയാണ് അവർക്ക്. അല്ല, വിസ ചെയ്യുന്ന പുള്ളിയല്ലേ? പുള്ളിയുടെ അപ്പൊ എങ്ങനെ കമ്പനിയുടെ പെർമിഷൻ എങ്ങനെ ആവുന്നത്? അല്ല, ഇത് ചെയ്യുന്നത് പുള്ളിയാണ്. പക്ഷെ കമ്പനീന്റെ പെർമിഷൻ ഉണ്ട്. കമ്പനീന്റെ ഇപ്പൊ പെർമിഷൻ ഇല്ലാതെ കമ്പനി വിടൂലല്ലോ. സ്റ്റാഫിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ സ്റ്റാഫ് ആ കമ്പനി തന്നെ വർക്ക് ചെയ്യണം. കമ്പനിയുടെ പെർമിഷനോട് കൂടിയാണ്. അതാ ഇയാള് തട്ടിപ്പാണ്. ഇയാൾക്ക് ഏത് കമ്പനിയുടെ പെർമിഷനാ ഇപ്പൊ ഇജാസിന് വിസ എടുത്തിട്ട് ഇയാൾ തരുന്നത് ഞാൻ ചോദിച്ചത്? ഇയാള് പല കമ്പനി ഇയാളുടെ അണ്ടറിലുണ്ട്. ആ കമ്പനികൾ ഇയാളുടെ അണ്ടറിൽ പല കമ്പനികളിലുണ്ട്. ആ കമ്പനിയുടെ അണ്ടറിലാണ് ഇയാൾ വിസ എടുക്കുന്നത്. അപ്പൊ നേരത്തെ ഇജാസ് ഞാൻ പറഞ്ഞല്ലേ, ഇവർ ഒരു മോസ്കോയിൽ ഒരു കമ്പനി ടാക്സ് ഓഫീസിൽ പോയിട്ട് ഒരു ടാക്സ് കൊടുത്ത് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഉണ്ടാക്കിയിട്ട് ആ കമ്പനിയുടെ ഇതിലാണ് വിസ ചെയ്ത് നിങ്ങളെ വിസ എടുത്ത് നിങ്ങളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. ദാഷ അങ്ങനത്തെ അവർ തമ്മിലുള്ള സംസാരവും കാര്യങ്ങളുമാണ് ഈ പറഞ്ഞു കൊടുത്തും വന്നുകൊണ്ടിരിക്കുക. നമുക്ക് കേൾക്കാം മുന്നോട്ട്. കൊണ്ടുവന്ന പുള്ളി എടുത്തതെല്ലാം ഇതേ വിസയുള്ള ആൾക്കാരായിരിക്കും അല്ലേ? ഞാൻ ഇയാളായിട്ട് അങ്ങനെ കൂടുതൽ ആൾക്കാരെ കൊണ്ടുവന്നിട്ടില്ല. പക്ഷെ എത്ര ആൾക്കാരെ കൊണ്ടുവന്നിട്ടുണ്ട് ഇജാസ് ഈ പുള്ളിയുടെ അണ്ടറിൽ? ഞാൻ ഇവന്റെ അണ്ടറിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഏകദേശം ഒരു എന്താ പറയാ 10-20 ആൾക്കിന്റെ മുകളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. 10-20 ആൾക്കാർക്ക് മുകളിൽ. അപ്പോൾ 20 ലക്ഷം രൂപയ്ക്ക് മേലെ തന്നെ ആയില്ലേ ഇപ്പം ഇതിൽ തന്നെ ആയിട്ട്. മനസ്സിലായോ? അതുകൂടാതെ ചെയ്തത് വേറെ, തട്ടിപ്പ് ചെയ്ത് വേറെ. ഇതെല്ലാം മറ്റേ ഞാൻ പറഞ്ഞ 3 കൊല്ലത്തെ തട്ടിപ്പ് വിസയാണ്. മനസ്സിലായോ? ഇവരിവിടെ ഒരു കമ്പനി ഫോം ചെയ്തിട്ട് അവിടുന്ന് ഡോക്യുമെൻ്റ് ചെയ്തിട്ട് ഇതുപോലെ പിള്ളേരെ ഇവിടെ കൊണ്ടുപോയിട്ട് പെടുത്തുക. അങ്ങനെയാണ് ഇവിടെയുള്ള എല്ലാ ആൾക്കാരും ചെയ്യുന്നത്, ഏജൻറ്റുമാർ. മനസ്സിലായോ? ഇപ്പോൾ അത് ഗവൺമെൻറ് പിടിച്ചു. ഇപ്പോൾ ഇവിടെ മലയാളികൾ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കി എടുക്കുകയും കാര്യങ്ങൾ എടുക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേന് ഇവന്മാർക്ക് മലയാളികളുടെ പെരുമാറ്റം ശരിയല്ല, അവന്മാരെ കൊണ്ട് പെടുത്തിയതായിട്ട് ഇവന്മാർ അവരെ കാശ് മേടിച്ച് അവരെ പറ്റിച്ചതും പോരായിട്ട് ഇപ്പോൾ അവരെക്കുറിച്ചുള്ള കുറ്റവും വന്നിരുന്നിട്ട് പറയുവാണ് ഇവന്മാരൊക്കെ. ആൾക്കാർക്ക് മേലല്ലേ? അതുകൊണ്ട് പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇജാസ് പുള്ളിക്ക് പൈസ എന്തെങ്കിലും കൊടുത്തോ?
പിന്നെ പൈസ അയാള് ചാരിറ്റി പ്രവർത്തനം എന്നല്ല ചെയ്യുന്നത്, അയാൾ നല്ല പൈസ. അതല്ല ഞാൻ ചോദിച്ചത്. അതെ, ഇവനും ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനമൊന്നും അല്ല, നിങ്ങളുടെ നിന്ന് കാശ് മേടിച്ചിട്ടില്ലേ പറ്റിച്ച് ജീവിക്കുന്ന നാറി. ഇജാസ് ഈ സംഭവം അറിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നീടും പുള്ളിക്ക് പൈസ കൊടുത്തോ? ഈ സംഭവം നമുക്കറിയില്ലല്ലോ. അതല്ല ഈ ഞാൻ പറഞ്ഞ ഈ സംഭവം അറിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഇജാസ് പുള്ളിക്ക് പൈസ കൊടുത്തോന്ന് ഞാൻ ചോദിച്ചത്. ഞാൻ പൈസ കൊടുത്തില്ല, ഇവരായിട്ടുള്ള എല്ലാ ബിസിനസ്സും ഞാൻ ഇവൻ അതിനുശേഷവും പൈസ കൊടുത്തു. പൈസ കൊടുത്തിട്ട് ആ പൈസ റീഫണ്ട് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് ആ പൈസ എടുത്ത് കുറേ പൈസ ഇവനെടുത്ത് പുട്ടു അടിച്ചു, മനസ്സിലായോ? എന്നിട്ട് ഇപ്പോൾ പൈസ കൊടുക്കാൻ അല്ലാതെ വട്ടം കറി. ഇതെല്ലാം മോസ്കോയിൽ നിന്ന് നമ്മളെല്ലാ കാര്യങ്ങളും അറിയുന്നു എടുക്കുന്നുണ്ട് ഉടായ്പ പരിപാടികൾ, മനസ്സിലായോ? അതുകൊണ്ടാണ് മക്കളെ പറയുന്നത്, എത്രയും വേഗം നിങ്ങൾ കേസ് ഫയൽ ചെയ്യുക. ചില്ലറ പൈസയല്ലേ ഇവന്മാരോട് വെട്ടിച്ചുണ്ടാക്കിയത്, 5-6 കോടി രൂപയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കുക. അല്ലാതെ ഇവന്മാരെ കണ്ട് കുരു കൂട്ടിയിട്ടൊന്നുമല്ല, നമ്മുടെ ആൾക്കാരെ കൊണ്ട് പറ്റിക്കുന്ന കാണുമ്പോഴത്തേക്കിനുള്ള വിഷമം കൊണ്ടാണ്. എന്നിട്ട് ഇവിടെ വന്നിട്ടൊരു പ്രോപ്പർ ജോലിയില്ല, നിങ്ങൾ തന്നെ എടുക്കുകയും ചെയ്യുന്നതല്ലേ. നിങ്ങൾ അതൊക്കെ ഒന്നും നിങ്ങളെ മുതലെടുക്കുകയാണ്. ഇജാസ് ഇവിടെ മറ്റേ ക്രിസ്ത്യാനി, ഹിന്ദു, മുസ്ലിം ഞങ്ങളെല്ലാം അങ്ങനെ കുറേ ഇവനൊക്കെ ഫ്രോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നവരാണ്, മനസ്സിലായോ? മതത്തെ വരെ പിടിച്ചിടുക, പടച്ചോനെ വരെ പിടിച്ചിടുക, മനസ്സിലായോ? അങ്ങനെ ആരെയും പറ്റിച്ച് കാശുണ്ടാക്കുക എന്ന് പറയുന്ന രീതിയിലേക്കാണ് ഇവൻ്റെയൊക്കെ പ്രവണതയെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കുക. ഇനി ഇവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഈ ഞാൻ ഇടുന്ന സാധനങ്ങൾ നിങ്ങൾ ദൈവത്തെ ഓർത്ത് നിങ്ങൾ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, മറ്റുള്ളവർ കാണട്ടെ. നിങ്ങൾ എൻ്റെ ഇതൊന്നും മറ്റേ ഇത് ചെയ്തില്ലേ, സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇതൊന്നും ആൾക്കാരിലേക്കൊന്ന് എത്തിക്കുക. അതിനുവേണ്ടി ഞാൻ പറഞ്ഞു ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത് തന്നെ ഇവരെ വെട്ടിപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ നമ്മൾ ഇവരെ എങ്ങനെ പിടിക്കും? ഒരു സോഷ്യൽ മീഡിയയിലൂടെ ഇവർ ഈ സംഭവം ഇവന്മാരെ വിളിച്ച് നമുക്ക് എന്തെങ്കിലും പറയും, എങ്ങനെ ഇവന്മാരെ നമുക്കിത് പിടിക്കാൻ പറ്റുകയില്ല. അതിന് ഇവന്മാർ ആയുധം തന്നെ എടുത്ത് പ്രയോഗിച്ചേ പറ്റത്തുള്ളൂ. സോഷ്യൽ മീഡിയ തന്നെ. നമുക്ക് യൂട്യൂബിലൂടെ മാത്രമേ ഇവരെ നേരിടാൻ വേണ്ടി പറ്റത്തുള്ളൂ. അതിനാണ് ഈ ചാനൽ കാര്യങ്ങൾ തുടങ്ങിയിട്ട് ഇവർക്കെതിരെ നമ്മൾ പറഞ്ഞു എടുത്തുമായിട്ട് മുന്നോട്ടേക്ക് വന്നേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കാണുന്ന ആൾക്കാർ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ റഷ്യയിലോട്ടുള്ള ഇത് വിസ എന്ന് കേൾക്കുമ്പോഴത്തേക്കിന് എടുത്തു ചാടി വരാതെ അതിനെക്കുറിച്ചൊക്കെ നന്നായിട്ടൊന്ന് അന്വേഷിക്കുക. അതിനാണ് ഞാൻ പറയും, ഇപ്പം ഞങ്ങൾ ഇവിടെ ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ വേറെ ഒരുപാട് നല്ല യൂട്യൂബേഴ്സ് ഉണ്ട്, മനസ്സിലായോ? അവരെയൊക്കെ വിളിച്ച് അന്വേഷിക്കുക. എന്നിട്ട് ഇതിനെക്കുറിച്ച് നല്ല രീതിയിൽ അറിഞ്ഞതിന് ശേഷം മാത്രമേ ഇങ്ങോട്ടേക്ക് വരാവുള്ളൂ. അല്ലാതെ എടുത്ത് ചാടിയോ നിങ്ങളുടെ പൈസ കളയാൻ വേണ്ടി നിൽക്കല്ലേ. കാരണം നമ്മളൊക്കെ ഒരുപാട് പ്രശ്നത്തിൽ കൂടെ പോകുന്നവരാണ്. സ്വന്തം നാട് വിട്ട് പുറത്തേക്ക് വരണമെങ്കിൽ അവൻ്റെ ഒരു ഗതികേടെന്ന് പറയുന്നത് ചില്ലറയല്ല, മനസ്സിലായോ? സ്വന്തം അപ്പനെയും അമ്മയും കൂട്ടുകാരെയും ഈ പറയുന്ന എല്ലാ ആൾക്കാരെയും സ്വന്തം നല്ല ഭക്ഷണവും കാര്യങ്ങളും എല്ലാം വിട്ട് നമ്മൾ അന്യനാട്ടിൽ വന്ന് ഇവിടെ വന്ന് നിൽക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് ആ അവസ്ഥയിലൊക്കെ നിൽക്കുന്ന ഒരാളാണ് ഞാൻ. നിങ്ങളത് മനസ്സിലാക്കണം. അപ്പം ഈ ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടാവരുത്. ഒരുപാട് ആൾക്കാർ പറ്റിക്കപ്പെട്ടിട്ട് വിളിച്ചു പറയാൻ നിസ്സഹായാവസ്ഥയിൽ കേൾക്കുക അല്ലാതല്ല നമുക്ക് വേറൊരു നിവൃത്തിയും കാര്യങ്ങളും ഇല്ല. അതുകൊണ്ട് ഇനി ഒരാൾ ഇവർ പറ്റിക്കരുത്. അതിന് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിന്നേ പറ്റത്തുള്ളൂ. നമ്മൾ മലയാളികളെങ്കിലും നമുക്കൊന്ന് ഇതാക്കിക്കൂടെ, സേഫ് ആക്കിക്കൂടെ? ബാക്കിയുള്ളവരുടെ കാര്യം അത് നമുക്ക് നോക്കാം, അതെന്നാന്നുള്ള കാര്യം. നമ്മുടെ മലയാളികളെങ്കിലും മലയാളികൾ പറ്റിക്കാതിരിക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ചും എടുത്തും ഈ വിസയുടെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ എടുത്ത് ചാടി വരാതെ നല്ല രീതിയിൽ അന്വേഷിച്ച് എടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എടുക്കുകയും ചെയ്യാവുള്ളൂ. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഈ വീഡിയോ ഇപ്പോൾ ഇവിടെ കൊണ്ട് നിർത്തുവാണ്. ഇനി അവൻ വീഡിയോ കാര്യങ്ങളിടും, ഞാൻ തീർച്ചയായിട്ടും അതിനുള്ള മറുപടിയും കാര്യങ്ങളും ഒക്കെ ഞാൻ തീർച്ചയായിട്ടും വരും. നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വീഡിയോ അതുപോലെ കാണുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ കാണുക എടുക്കുകയൊക്കെ ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി, നമസ്കാരം. നീ വിസ, ടിക്കറ്റ്, മെഡിക്കൽ, ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നീ 95,000 രൂപ ചെലവായിക്കോട്ടെ. 1,00,000 രൂപ ബാക്കിയുള്ള നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരെല്ലാം പാവപ്പെട്ടവരാണ്. 1,00,000 രൂപ നീ അവരുടെ ഇരിക്കുന്ന കമ്മീഷൻ മേടിക്കുന്നത് അല്ലേ? ഇപ്പൊ നീ 4,00,000 രൂപ ആക്കിയിരിക്കുന്നു. ജോലിയായി നിങ്ങൾ ജോലിയായി കൊടുക്കുക. അത് നമ്മുടെ എന്താ ആവശ്യം പോലെ, മനസ്സിലായി? നിങ്ങളെ കൊണ്ട് പെടുത്തി നിങ്ങളുടെ കാശിന് ഇവിടെ കൊണ്ട് നിങ്ങളെ കൊണ്ട് പെടുത്തിയിട്ട് 3 കൊല്ലത്തെ വിസയും തന്ന് അത് കഴിയുമ്പോൾ നിങ്ങൾ തിരിച്ച് കയറിയും പോകണം, ഇവിടെ കിടന്ന് അടിമപ്പണി എടുക്കണം, മനസ്സിലായി? നിങ്ങൾ ജോലിയാക്കുന്നത് മോനെ. അത് നമുക്ക് ആ നാട്ടുകാരെ പറ്റിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ഈ പരിപാടിക്ക് നിൽക്കാത്തത്. അങ്ങനെ ആരെയും പറ്റിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ല. ഇവനൊക്കെയെന്ന് വെച്ചാൽ നാട്ടുകാരെ നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പറ്റിച്ച് ജീവിക്കാൻ വേണ്ടി വന്ന് നിൽക്കുന്നവന്മാരാണ്. എന്നിട്ട് ഇവനെയൊക്കെ വിശ്വസിച്ച് നിങ്ങൾ എന്തിൻ്റെ ഇതിലാണ് ഈ പൈസയും കാര്യങ്ങളും മുടക്കുന്നത്? അതുകൊണ്ടാണ് ഇപ്പോഴും വന്ന് പറയുന്നത് ഇവിടെ അങ്ങനെ ഒരു വേക്കൻസി ഇല്ല, ഇവിടെ അങ്ങനെ ഒരു ഇതില്ല, ഇവരെല്ലാവരും തട്ടിപ്പാണ്. ശരിയാ, നമുക്ക് ജോലി വേണം എന്നും പറഞ്ഞുകൊണ്ട് പ്രോപ്പറായിട്ടുള്ള ജോലി ഇല്ലാതെ ഇങ്ങനെ ആൾക്കാർ പറ്റിക്കുന്നിടത്തോട്ട് വന്നു തരാം. ഇവന്മാർ നിങ്ങളെ പറ്റിച്ച് വിസ തട്ടിപ്പ് നടത്തി ഇങ്ങനെ നിങ്ങളെ പറ്റിച്ചിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. നിങ്ങളോ ഇവിടെ വന്നിട്ട് പെട്ടുപോകുന്ന അവസ്ഥയിൽ. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, മലയാള സമാജത്തിൻ്റെ ആൾക്കാരാണ് എല്ലാ ആൾക്കാരും. ഇപ്പോൾ ഇന്ന് നടന്ന ന്യൂസിനകത്ത് കണ്ടതല്ലേ, ഒരു പയ്യനെ ഇവിടുന്ന് കയറ്റി വിട്ടത് നമ്മുടെ മലയാളികളെല്ലാം ഇവിടെ കൂടിയിട്ടാണ്. ഈ നാറികൾ ചെയ്തു വെക്കുന്ന പരിപാടി കാരണം, മനസ്സിലായോ? കൊടുക്കാന്ന് വെച്ചാൽ ആൾക്കാർ ഊമ്പിച്ചിട്ടല്ല ജോലിയായി കൊടുക്കണ്ടേ. നീ എന്ത് മാങ്ങാത്തൊരു വിസയാടാ നീ ഇവിടെ കൊണ്ട് ഉണ്ടായി കൊടുക്കുന്നെന്ന് പറഞ്ഞേക്കുന്നേടാ. ഇവിടെ എനിക്ക് കുരു കൂട്ടി.
നിങ്ങൾക്ക് ഇതിന് നീ എന്തുമാത്രം വിസയാണ് നീ ഇവിടെ ആൾക്കാർക്ക് കൊടുക്കുന്നെന്നാ പറഞ്ഞേക്കുന്നേ? ഇത് ലീഗൽ വിസയാണോ? നീ എന്തോ ഞങ്ങള് പൊട്ടന്മാരാണ് ഇവിടെ താമസിക്കുന്ന ആൾക്കാർ നിന്റെ വിചാരം? നീ ഒറ്റ ഒരുത്തന് മാത്രമേ ഉള്ളൂ ഇവിടെ റഷ്യൻ പാസ്പോർട്ട് ഉള്ളേ. ഞങ്ങളെല്ലാം ഊമ്പന്മാരാണോടാ തായോളി? തെറി വിളിക്കേണ്ടി അവസ്ഥയാണ്. തെറി വിളിക്കേണ്ടി വന്ന അവസ്ഥ എത്തിപ്പോയി. കാരണം തെളി വിളിച്ചാൽ പറ്റത്തുള്ളൂ, അല്ല വേറെ വഴിയില്ല. മനസ്സിലായി? ഇങ്ങനെ ചെയ്യുന്നവനൊക്കെ പിന്നെ എന്താ പറയണ്ട നമ്മള്? ഞാനതുകൊണ്ട് എൻ്റെ വീഡിയോയിൽ ഇവനോട് മര്യാദയും ഞാൻ ഇവൻ്റെ ഈ വീഡിയോ ഈ ഓഡിയോ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. മനസ്സിലായോ? കാരണം ഇത് ജനങ്ങളിലേക്ക് എത്തിക്കണം. ഇനി ഇവിടെ ഇനി ആൾക്കാർ പറ്റിക്കപ്പെടാൻ വേണ്ടിയിട്ട് പാടില്ല. തായോളി തന്നെ വിളിക്കുന്നുള്ള കള തായോളി പരിപാടി മോനെ. അത് കൂടിപ്പോയി. ഞാനിങ്ങനെ കുറച്ചങ്ങോട്ട് പോകുന്നൊരു മുന്നോട്ട് കൂടി പോകത്തേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇവൻ്റെ ഇവിടുത്തെ കാര്യങ്ങൾ. മനസ്സിലായോ? ഇവൻ നിങ്ങളെ പറ്റിച്ച് ചതിച്ച് എടുത്ത് ഇങ്ങനെ നിൽക്കുവാണ് ഇവിടെ. നിങ്ങൾ ഇനിയെങ്കിലും മക്കളെ കൊണ്ട് പൈസയും കാര്യങ്ങളും കൊടുക്കരുത്. നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരൊന്നും മനസ്സിലാക്കണം. നിങ്ങൾ കൊടുക്കാൻ വേണ്ടി നിൽക്കരുത്. ജോലി നമുക്ക് കണ്ടുപിടിക്കാം. പ്രോപ്പറായിട്ടുള്ള ജോലിയിൽ നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ കണ്ടുപിടിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ അങ്ങനത്തെ ഒരു ഇതില്ല. ഉറപ്പായിട്ട് അങ്ങനത്തെ ഉള്ള ഗവൺമെൻറ് വഴി നമുക്ക് സംഗതി കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ഗവൺമെൻറ്റും നമ്മുടെ റഷ്യൻ ഗവൺമെൻറ്റും ഇന്ത്യൻ ഗവൺമെൻറ്റും തമ്മിൽ അതായത് നമുക്ക് തൊഴിൽ കരാറുണ്ട്. ഇപ്പം ഞാനടക്കം വന്നു കഴിഞ്ഞാൽ ഞാനൊരു കറക്റ്റ് പ്രോപ്പർ വിസയിലാണ് വന്നിരിക്കുന്നതെങ്കിൽ അവർ ഞാനിവിടെ വന്നതിന് ശേഷം ഞാനിവിട്ടൊരു കരാറ് വെക്കും. അതിൻ്റെ ഇംഗ്ലീഷിലുണ്ട്, ഇംഗ്ലീഷിലുണ്ട്, റഷ്യനിലുണ്ട് എഴുതിയിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ ഒപ്പിട്ട് കൊടുക്കണം. അതെല്ലാ കൊല്ലവും അത് പുതുക്കിക്കൊണ്ടിരിക്കും. നമുക്ക് ഇത്ര രൂപ സാലറി, ഇത്ര ദിവസം അവധി, ഇത്ര മണിക്കൂർ ജോലി, ഈ മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യുന്നതിൻ്റെ പൈസയുടെ ഈ സമയത്തിന് ഇത്ര രൂപ കമ്മീഷൻ നമുക്ക്. മനസ്സിലായോ? എന്നൊക്കെ പറഞ്ഞ് കരാറ് കാര്യങ്ങൾ വെച്ചിട്ടാണ് കോൺട്രാക്ട് ചെയ്തിട്ടാണ് നമ്മൾ കറക്റ്റായിട്ട്. ഇതൊന്നും ഇല്ലാതെ വരും. ഇവന്മാരെ പോലെ നമ്മളെ ആൾക്കാരെ കൊണ്ട് പെടുത്തുന്നതുകൊണ്ടാണ് നമ്മുടെ ആൾക്കാർ 10-12 മണിക്കൂർ ജോലി ചെയ്ത് നടുവെല്ലാം ഒടിയുന്ന അവസ്ഥയിലോട്ട് പോകുന്നത്. നിങ്ങൾ ഇനിയെങ്കിലും ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി ഇങ്ങനത്തെ ഇവന്മാർ തട്ടിപ്പുകളിൽ ചെന്ന് പെടാതിരിക്കുക. ഇജാസിനെ പോലുള്ള വിസ തട്ടിപ്പുകാർ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഇവിടെ. അങ്ങനത്തെ ആൾക്കാർ ഈ ചെന്ന് പെടാതിരിക്കുക. കാരണം ഇനിയും മുന്നോട്ടേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഇവന് കേസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് മുന്നോട്ടേക്ക് വരിക. നമുക്ക് കേസ് കാര്യങ്ങൾ ഫയൽ ചെയ്യണം. എത്രയും വേഗം ഇവനെ ജയിലിലാക്കണം. ഇവനെതിരെയുള്ള കേസ് കാര്യങ്ങൾ നമുക്ക് എംബസി വഴി കാര്യങ്ങൾ മൂവ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. കാരണം എല്ലാവരും ഇവിടുത്തെ മലയാളികൾ എല്ലാവരും അടക്കം സപ്പോർട്ടാണ്. ഇവന്മാർ ഈ കാണിക്കുന്ന ഉടായ്പ പരിപാടിക്ക് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് കാണും. ഇനി ഒരു മലയാളി പോലും ഇവിടെ വന്ന് പെടരുത്. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ പുറകിൽ ഇഷ്ടം പോലെ മലയാളികളുണ്ട്. അവർക്കാർക്കും ഇങ്ങനെ വന്ന് പറയാനും എടുക്കാനും വേണ്ടിയിട്ടുള്ള സമയമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് അവരെ പ്രതിനിധിയായിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എത്രയും വേഗം കേസ് കാര്യങ്ങൾ ഫയൽ ചെയ്യുക. ഇങ്ങനത്തെ വിസ തട്ടിപ്പ് നടത്തി നമ്മളെ പറ്റിക്കുന്ന ആൾക്കാരെ നമുക്ക് എത്രയും വേഗം അവരെ ലോക്ക് ചെയ്യും. നിങ്ങളുടെ കയ്യിൽ നിന്ന് ചിലവായ പൈസ കാര്യങ്ങൾ ഇവരിൽ നിന്ന് മേടിച്ചെടുക്കുകയും ചെയ്യാം. കാരണം ഇവരിനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഒട്ടനവധി ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇവരുടെ വീഡിയോ കാര്യങ്ങൾ നിങ്ങൾ കാണാതിരിക്കുക. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ഞാനിവിടെ ഒരു വിസ ചെയ്യുന്ന ഒരാളല്ല. ഞാനൊരു ആയുർവേദ തെറാപ്പിസ്റ്റാണ്. ഞാനിവിടെ ഞാനിവിടെ കുറേ വർഷങ്ങളായിട്ട് റഷ്യയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് അത്യാവശ്യം ഭാഷ കാര്യങ്ങൾ അറിയാം. ഇവനൊരു കുന്തോ അറിയത്തില്ല. ഇവനും ആയുർവേദ തെറാപ്പിസ്റ്റാണ്. ഇപ്പോൾ ആ പണിക്കൊന്നും പോവാതെ വിസ തട്ടിപ്പിലോട്ട് ഇറങ്ങിയിട്ട് വിസ തട്ടിപ്പാണ് മെയിൻ പരിപാടി. 2 കൊല്ലമായിട്ട് 1 കോടി രൂപയ്ക്ക് മേലെ ഇവൻ വിസ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. അതിൻ്റെ വോയിസ് റെക്കോർഡ് എൻ്റെ ഈ കിടപ്പുണ്ട്. ഞാനതൊന്ന് നോക്കിയിട്ട് ഞാനിപ്പോൾ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം.